കടവന്ത്രയിൽ 10 സെൻറ്റ് സ്ഥലവും 2 വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നു ഭർത്താവിന്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് പത്രത്തിലൂടെയാണ് ആദ്യമായി കേട്ട് തുടങ്ങിയത്. ഞങ്ങൾക്ക് ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് വന്നു തുടങ്ങി. ആദ്യമായി തന്നെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ്സായിട്ട് ഞങ്ങളുടെ പഴയ തറവാട്ടിലാണ് ഞങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ വീടും നഷ്ടമായി. അങ്ങനെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയൊരു കടയിലേക്ക് ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. എന്നാലും ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ മകന് ശാരീരികമായി പല ബുദ്ധിമുട്ടുകൾ വന്നു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭർത്താവ് കടയിൽ നിന്ന് വരുമ്പോൾ കൃപാസനം പത്രം കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ചു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പത്രം കാണും, വായിക്കും, എടുത്ത് വയ്ക്കുമായിരുന്നെങ്കിലും ഉടമ്പടിയെക്കുറിച്ച് അധികമൊന്നും ചിന്തിച്ചിരുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അന്ന് ഞാൻ പെട്ടെന്ന് പത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഉടമ്പടി എന്ന വാക്കാണ്. അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഉടമ്പടി എടുത്തോളാം. അങ്ങനെ ഞാനും എൻ്റെ 2 മക്കളും കൂടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ ചെന്നതിന് ശേഷം ഞങ്ങൾ കുറച്ചായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായി അധികം പൈസയൊന്നും കയ്യിലില്ലായിരുന്നു. അപ്പോൾ എന്നാൽ 2 സെൻറ്റ് സ്ഥലമെങ്കിലും ഞങ്ങൾക്ക് കട തുടങ്ങാനായിട്ട് വേണമെന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു. ഞങ്ങൾ ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലവും അവിടെ കടവന്ത്രയിൽ തന്നെ വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നേടിത്തന്നു. അത് ഞങ്ങൾക്ക് യാതൊരു മെറിറ്റും ഇല്ലായിരുന്നു, പൈസയില്ല. പക്ഷേ ഒരു ലോൺ എങ്ങനെ ശരിയാക്കി തന്നു. പെട്ടെന്ന് തന്നെ ജാനുവരിയിൽ 3 മാസം 90 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അമ്മ മാതാവ് 4 സെൻറ്റ് സ്ഥലം കടവന്ത്രയിൽ വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം തന്നു. അവിടെ തന്നെ വേറൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുഗ്രഹവും തന്നു. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി രോഗശാന്തിയും ഇതെല്ലാം തന്നിരുന്നു. എനിക്കും മകനും ഒക്കെ രോഗത്തിന് നല്ല ഞങ്ങൾ തൈലം എന്തെങ്കിലും അസുഖം വരുമ്പോൾ തന്നെ ഞങ്ങൾ തൈലവും വെഞ്ചിരിച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് സിസ്റ്റർ എന്നോട് ചോദിച്ചു, മോളെ സാക്ഷ്യമൊന്നും പറയുന്നില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ, ഞാൻ അതിൽ ഏറ്റവും ആഗ്രഹിച്ച് മാതാവിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഒരു വീട് ലഭിക്കുവാനായിരുന്നു. അപ്പോൾ ആ വീട് ലഭിക്കാൻ അപ്പം എന്തുകൊണ്ടാണ് വീട് വയ്ക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്തോ തടസ്സങ്ങളാണ്, സ്ഥലമുണ്ട് പക്ഷേ വീട് വയ്ക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഉപ്പിട്ട് പ്രാർത്ഥിക്കുക, അവിടെ പോയിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നും ഞാനും ഭർത്താവും ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ദിവസവും പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾ തൈലമൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്കിവിടെ വന്ന് എൻ്റെ ഉടമ്പടി അത് പുതുക്കാൻ സാധിക്കാതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒക്ടോബർ 25 ഇവിടെ ജപമാല റാലി നടക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും വന്ന് കൂടണമെന്നുണ്ടായിരുന്നെങ്കിലും സാഹചര്യങ്ങൾ ഒത്തുവരുന്നില്ലായിരുന്നു. പക്ഷേ ഒക്ടോബർ 23 ആയപ്പോൾ എൻ്റെ സിസ്റ്ററും എൻ്റെ ഒരു ഫ്രണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പോവാം ഒരുമിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജപമാല റാലിയിൽ വന്ന് പങ്കെടുത്തു. അതിനുശേഷം ഒക്ടോബർ 25 ആയിരുന്നു റാലി. 26 ഞങ്ങൾ കടയിൽ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു ഫ്ലാറ്റ് വിൽക്കാനുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പൈസയും ഇല്ല. ഞങ്ങൾ അതിനെ ഒരു വീടെന്നുള്ള ഇതിൽ നിന്നിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും പറഞ്ഞതല്ലേ, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പോയി ഫ്ലാറ്റ് കണ്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഇടവക പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ആ ഫ്ലാറ്റ്. അങ്ങനെ ഞങ്ങൾ പക്ഷേ എപ്പോഴും ലോൺ ശരിയാകുമോ, കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു ലോൺ തരാനുള്ള എലിജിബിലിറ്റി ഒന്നും ഞങ്ങൾക്കില്ലയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു. അന്നോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ആദ്യം തന്ന ലോണിൻ്റെ അവർ തന്നെ ഞങ്ങൾക്ക് ലോൺ തരാമെന്ന് വിളിച്ചു പറഞ്ഞു. 1 മാസം കൊണ്ട് ഡിസംബറിൽ കൊണ്ട് എല്ലാം പൂർത്തീകരിച്ചു. ഈ ചൊവ്വാഴ്ചയായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ. ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ പുതിയ ഫ്ലാറ്റിൻ്റെ താക്കോലുമായിട്ടാണ്. അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു.